പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്ന് ഡെലിവറൻസ് പ്രേയറും വചന സന്ദേശവും ആരാധനയും മുഖ്യമാണ്. ഈ സെഷൻ നയിക്കുന്നത് വളരെ പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ ജോസ് ഉപ്പാണി അച്ഛൻ. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ അനേക വർഷമായി കേരളത്തിലും ഇന്ത്യയിലും അനേക വിദേശ രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് അനുഗ്രഹമായി കർത്താവ് ഉയർത്തിയ വ്യക്തിയാണ് ഫാദർ ജോസ് ഉപ്പാണി. കഴിഞ്ഞ 7 വർഷത്തോളം അമേരിക്കയിലായിരുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ വീണ്ടും അച്ഛൻ തിരിച്ച് ചിറ്റൂരേക്ക് വന്നു. കർത്താവ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വൈദികരാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഉപ്പാണി അച്ഛനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അച്ഛനിലൂടെ നമ്മളോട് കർത്താവെ അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്കുള്ള സന്ദേശം, ലോകത്തിനുള്ള സന്ദേശം, ജനരക്ഷകൾക്കുള്ള സന്ദേശം നിൻ്റെ പ്രിയപ്പെട്ട വൈദികരിലൂടെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, അമ്മയുടെ പ്രിയപ്പെട്ട അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കാൻ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ, ആത്മീയ നേത്രങ്ങൾ തുറക്കാൻ, ആവശ്യമായ വചനത്തിൻ്റെ നിറവ് ലഭിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ ബഹുമാനപ്പെട്ട അച്ഛനെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് അച്ഛനെ വചനത്തിലേക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഈശോയുടെ സന്നിധിയിൽ സംരക്ഷണ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ദൈവമക്കളെ ഉപദ്രവിക്കാൻ തിന്മയുടെ ശക്തികൾ എപ്പോഴും സജീവമാണ്. പക്ഷേ അത് ഭയപ്പെടാൻ വേണ്ടിയല്ല, മറിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ് ആ അറിവ് വചനം നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്യമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും തകർക്കാൻ കർത്താവ് സഭയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്ക 9:1, അവൻ 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും. ഹല്ലേലൂയ. 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 യേശുക്രിസ്തു സത്യദൈവമാണ്, മാനവരക്ഷകനാണ്, സകല അന്ധകാശത്തിലും അധികാരം കൈയാളുന്നവനാണ്, എല്ലാ ശാപങ്ങളുടെ മേലും അധികാരമുള്ളവനാണ്, സകല വ്യാധികളുടെ മേലും അവൻ പരമാധികാരമുണ്ട്. ഈ രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് വേണം തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന അർപ്പിക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സഭ നൽകിയിരിക്കുന്ന ഔദ്യോഗികമായൊരു പ്രാർത്ഥനയുണ്ട്, അതിപ്പോൾ അർപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ മറിയത്തോടും മിഖായേൽ മാലാഖയോടുമുള്ള പ്രാർത്ഥന അർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു വിമോചന പ്രാർത്ഥന അല്ലെങ്കിൽ സംരക്ഷണ പ്രാർത്ഥന അർപ്പിക്കുന്നത്. മഹത്വപൂർണയായ സ്വർഗരാജ്ഞി, മാലാഖമാരുടെ നാഥേ, പിശാചിൻ്റെ തല തകർക്കുന്നതിനുള്ള ശക്തി അങ്ങേക്കുണ്ട്. ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ. ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ചും അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ. ദൈവത്തെപ്പോലെ ആരുണ്ട്? മാലാഖമാരെ, മുഖ്യദൂതന്മാരെ, ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. ദൈവമാതാവേ, അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ട അരൂപികളിൽ നിന്ന്
കാത്തുകൊള്ളണമേ. ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുൾ അടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂര ഭരണത്തിന് രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്താൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുന്നിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ച് കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവന്മേലാൽ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ ദൈവജനനിയായ അമലോത്ഭവ കന്യകമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും ശ്ലീഹാമാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളിൽ ശക്തിപ്പെട്ടും ശരണപ്പെട്ടും ധൈര്യപ്പെട്ടും ഞങ്ങളുടെ വിശുദ്ധ ശുശ്രൂഷയുടെ അധികാരത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിനെയും പിശാചിൻ്റെ അക്രമങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും അകറ്റുന്നതിനും ഞങ്ങൾ നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഒരുങ്ങുന്നു. ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടുകയും ചെയ്യട്ടെ. അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടി ഒളിക്കുന്നു. പുക പോലെ അവരില്ലാതാകട്ടെ. മെഴുകുരുകി പോകുന്നത് പോലെ ദൈവത്തിന്റെ തിരുമുൻപാകെ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ. കർത്താവിന്റെ കുരിശിനെ കണ്ടാലും ശത്രുക്കളുടെ കൂട്ടമേ നിങ്ങൾ ഓടിപ്പോകുക. യൂദായുടെ വംശത്തിലെ സിംഹവും ദാവീദിന്റെ സന്താനവുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. അങ്ങയിലുള്ള ഞങ്ങളുടെ ശരണത്തിന്റെ ആധിക്യം പോലെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ദുഷ്ടാരൂപികളെ, പൈശാചി ശക്തികളെ, നാരകീയ ശത്രുക്കളെ, നിങ്ങൾ ദുഷ്ടസംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായിരുന്നാലും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിലും അവിടുത്തെ അധികാരത്തിലും നിങ്ങളെ ഞങ്ങൾ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യകുഞ്ഞാടിൻ്റെ വിലയേറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്നും ദൈവത്തിൻ്റെ സഭയിൽ നിന്നും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിലെ ശക്തിയിലും നിങ്ങൾ തള്ളപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്യട്ടെ. കൗശലക്കാരനായ സർപ്പമേ, മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരുക്കുന്നതിനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പീഡിപ്പിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് അവസാനം വരുത്തുക. നിന്റെ ദുരഹങ്കാരത്താൽ ആരോട് സമനാണ് നീ ഭാവിക്കുന്നു, ആ അത്യുന്നതനായ ദൈവം നിനക്ക് വന്നിട്ടുള്ള കൽപ്പനയാകുന്നു ഇത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം, പിതാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു. പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു. പരിശുദ്ധാത്മാ നിന്നോട് ആജ്ഞാപിക്കുന്നു. മാംസമായി തീർന്ന ദൈവത്തിൻ്റെ നിത്യവചനമായി മിശിഹ നിന്നോട് ആജ്ഞാപിക്കുന്നു. നിന്റെ ദുഷ്ട നിമിത്തം അധപ്പതിച്ച ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി സ്വയം താഴ്ത്തിയവനും തൻ്റെ സഭയെ ഉറപ്പുള്ള പാറമേൽ പണിയുകയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരായി പ്രബലപ്പെടുക ഇല്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത മിശിഹ നിന്നോട് ആജ്ഞാപിക്കുന്നു. പുരുഷൻ്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളുടെ പ്രാബല്യവും ഇപ്രകാരം നിന്നോട് ആവശ്യപ്പെടുന്നു. അവളുടെ എളിമ കൊണ്ട് അവളുടെ അമലോത്ഭവത്തിൻ്റെ പ്രഥമ ക്ഷണം മുതൽ അഹങ്കാരിയായി നിന്റെ തല തകർക്കുകയും ചെയ്ത മഹത്വമുള്ള ദൈവജന്യായ കന്യകമറിയം നിന്നോട് ആജ്ഞാപിക്കുന്നു. ശ്ലീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറ്റു ശ്ലീഹന്മാരുടെയും വിശ്വാസം നിന്നോട് ആജ്ഞാപിക്കുന്നു. വേദസാക്ഷികളുടെ രക്തവും സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇപ്രകാരം ശപിക്കപ്പെട്ട സർപ്പമേ, ദുഷ്ട
ദുഷ്ടസേനകളെ ജീവനുള്ള ദൈവത്താൽ, സത്യദൈവത്താൽ തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകപുത്രൻ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്താൽ നിങ്ങളോട് ഞങ്ങൾ ശപഥം ചെയ്ത് പറയുന്നതായത് മനുഷ്യ സൃഷ്ടികളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന് വിഷം അവരുടെ ചൊരിയാതെയും ഇരിക്കുക, തിരുസഭയെ ഉപദ്രവിക്കാതെയും അവരുടെ സ്വാതന്ത്ര്യം തടയാതെയും ഇരിക്കുക. എല്ലാ ബന്ധനങ്ങളുടെയും ജനഹിതാവും നായകനും രക്ഷയുടെ ശത്രുവുമായ സാത്താൻ നീ പുറത്തു പോവുക. മിശിഹായ്ക്ക് സ്ഥലം കൊടുക്കുക. തൻ്റെ രക്തത്താൽ മിശിഹ സമ്പാദിച്ച ഏകവും പരിശുദ്ധവും കാതോലികവും സഹികവുമായ തിരുസഭയുടെ മുൻപാകെ നീ മാറിക്കൊടുക്കുക. ദൈവത്തിൻ്റെ സർവ്വ വല്ലഭത്വമുള്ള കരങ്ങൾ കീഴിൽ നീ വഴങ്ങുക. ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം നരകത്തെ പരിഭ്രമിപ്പിക്കുന്നു. ഈശോ എന്ന ഈ പരിശുദ്ധ നാമത്തെ താത്വികന്മാരും ബലവത്തുകളും അതിനാഥന്മാരും അനുസരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ ഉരുവിട്ടുകൊണ്ട് ഭക്തിപാലകന്മാരും ജ്ഞാനാധിക്യരും ഈ നാമത്തെ സ്തുതിക്കുന്നു. ഈശോയെ നാം ഉച്ചത്തിൽ ഉച്ചരിക്കാം. ഈശോ 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 എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഈശോയേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഈശോയേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യുഗാന്ത്യത്തോളവും കൂടെ വസിക്കുമെന്നരുളിയ രക്ഷകനെ. യുഗാന്ത്യത്തോളവും കൂടെ വസിക്കുമെന്നരുളിയ രക്ഷകനെ. കൂടെ വസിക്കുവാൻ
കുർബാനയായി നീ മാറാനാത്ത മാറാനാത്ത. കൂടെ വസിക്കുവാൻ കുർബാനയായി നീ മാറാനാത്ത മാറാനാത്ത. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവിനെ നമ്മൾ ഏറ്റുപറഞ്ഞത്, എൻ ഹൃദയത്തിൻ ഉടയവനെ, എൻ ഹൃദയത്തെ കവർന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഒരു കവർച്ചക്കാരനാണോ? ആണോ? ഹല്ലേലൂയ. യേശു നമ്മെ കവർന്നു. അതിനകത്ത് പറയാണ്, ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് കൊണ്ടുവരും. കർത്താവിൻ്റെ രക്ഷാകരമായ സ്നേഹത്തെപ്പറ്റി പറയുന്നു. വശീകരിക്കുന്ന, ഹൃദയം കവരുന്ന ഒരു സ്നേഹം. അതേപ്പറ്റിയാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. എൻ്റെ ഒരു ചെറിയ ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ജനിച്ച് ഏകദേശം 30 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ വീട്ടിൽ 3 ചേച്ചിമാരെനിക്കുണ്ട്. ഞാൻ ഇളയ ആളാണ്. അപ്പൻ മരിച്ചതോടെ വീട് അനാഥമായി, പട്ടിണിയിലായി. അപ്പോൾ കർത്താവിൻ്റെ ഈ വശീകരിക്കുന്ന സ്നേഹം അപ്പോഴേ ആരംഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു 12 വയസ്സായപ്പോഴേക്കും എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി, വൈദികനാകണം. അന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി മാത്രമുള്ള വീട്ടിൽ നിന്ന് ആരെങ്കിലും വൈദികനാകാൻ ആഗ്രഹിച്ചാൽ എല്ലാവരും നിരുത്സാഹപ്പെടുത്തും. ഞാൻ ശ്രമിച്ചു, എന്നെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും കർത്താവിൻ്റെ വശീകരിക്കുന്ന സ്നേഹം വേറെ ആർക്കും തടുക്കാൻ പറ്റാത്തതാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ അമ്മയും 3 ചേച്ചിമാരും വലിയ സങ്കടത്തിലായി. ഇന്നത്തെ കാലത്ത് വീട്ടിലേക്ക് വിളിക്കാൻ അനുവാദമില്ല, ഫോണില്ല, കത്തെഴുതാറില്ല ആരും സാധാരണഗതിയിൽ. അപ്പോൾ സെമിനാറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികം ഉണ്ടാകാവുന്ന ഒരു സങ്കടം, പക്ഷെ അതൊട്ടും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെയോ ആ സെമിനാരിയിലെ ചാപ്പലിലെ സക്രാരിയിലെ ഈശോ ഹൃദയം കവർന്നെടുത്ത ഒരു അനുഭവം ഉടൻ തന്നെ എനിക്കുണ്ടായി. ക്ലാസ് കഴിയുന്ന സമയത്തേക്ക് ആരോ ഉന്തി ഓടിക്കുന്ന പോലെയാണ് ചാപ്പലിലേക്ക് ഓടിപ്പോവുക. അവിടെ പോയി ഒന്നും ചെയ്യാനില്ല. അന്നത്തെ കാലത്ത് ദിവികാരനും ഇന്നത്തെ പോലെ എഴുന്നള്ളിച്ച് വയ്ക്കുന്ന രീതിയില്ല. സക്രാരിയിൽ ഈശോ ഉണ്ടെന്ന് അത്രമാത്രം, പുറമേ നിന്ന് വിശ്വസിച്ചോളാം. പക്ഷെ സക്രാരി പോയി ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സമാശ്വാസം, ഒരു വല്ലാത്ത ആനന്ദം, ഒരു പ്രത്യാശ. ആരോടും കൂട്ടുകൂടണമെന്നോ ആരുടെയെങ്കിലും സ്നേഹം കിട്ടണമെന്നോ
ആരെങ്കിലും പരിഗണിക്കണമെന്നുള്ള ചിന്തകളൊന്നുമില്ല. വീടിനെപ്പറ്റി ചിന്തയില്ല, അമ്മയെപ്പറ്റി ചിന്തയില്ല, സഹോദരങ്ങളെപ്പറ്റി ചിന്തയില്ല, തന്നെപ്പറ്റി ചിന്തയില്ല, ഈശോ മാത്രം എന്നൊരവസ്ഥ. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്നേഹബന്ധം വളർന്നു. അവിടെ ചെന്നപ്പോൾ മഹാവിശുദ്ധനായ ഒരു വൈദികനുണ്ടായി. അദ്ദേഹം മരിച്ചുപോയി. പുണ്യശ്ലോകനായ മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി. അദ്ദേഹത്തെ കാണുന്നത് തന്നെ രോമാഞ്ചം കൊള്ളുമായിരുന്നു. അത്ര ദൈവ ഐക്യത്തിൽ സദാ ജീവിച്ചിരുന്ന ഒരു പുണ്യപ്പെട്ട പുരോഹിതൻ്റെ കീഴിൽ ആധ്യാത്മിക പരിശീലനം നേടാൻ സാധിച്ചത് സാധാരണ ഭാഗ്യം ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അതെല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഈശോയുമായിട്ടുള്ള ഒരു പ്രത്യേകമായ സ്നേഹത്തിലേക്ക് വന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞിരുന്നത് ആ വ്യക്തിക്ക് ക്രിസ്തുവിനെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്തെന്നോ, എന്തെല്ലാം നമ്മുടെ കൈവശമുണ്ടെന്നോ, നമ്മൾ എത്ര ഉന്നത വ്യക്തികളാണെന്നോ എന്നുള്ളത് ഒന്നും പ്രധാനപ്പെട്ടതല്ല. ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ, മുഴു ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഒരുവന് സാധിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് സർവപ്രധാന കാര്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സായാഹ്നത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള എന്താണ്? ഈശോയെ, നിന്നെ ഇന്ന് വരെ സ്നേഹിച്ചതിനേക്കാൾ കുറച്ചുകൂടെ അധികമായി നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ വശീകരിക്കുന്ന, ഹൃദയം കവരുന്ന ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഈശോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഏതാണ് ഈ സത്യം? നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശുവിനെ അറിയുന്ന വ്യക്തി സ്വതന്ത്രനാകും. മനുഷ്യന് 3 അടിമത്തങ്ങളുണ്ട്. ഒന്ന് തന്നോട് തന്നെയുള്ള അമിതമായ സ്നേഹം, 2 പാപസുഖങ്ങളോട് സ്നേഹം, 3 ലോകത്തിലെ വസ്തുക്കളോടുള്ള കമ്പം. തന്നോട് തന്നെയുള്ള അമിതമായ സ്നേഹം, പാപസുഖങ്ങളോടുള്ള താല്പര്യം, ലോകത്തോടുള്ള കമ്പം, ഇത് 3മാണ് മനുഷ്യനെ അടിമയാക്കി നശിപ്പിക്കുന്ന ബന്ധനങ്ങൾ. ഇതിൽ നിന്ന് ഒരു വ്യക്തി സ്വതന്ത്രനാകുന്നത് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെയാണ്. യേശുവിനെ അറിയുക എന്നതിനർത്ഥം യേശുവുമായി ഗാഢ സ്നേഹബന്ധത്തിലാകുക എന്ന് തന്നെയാണ്. ഇപ്രകാരം ഒരു ബന്ധത്തിൽ നമ്മൾ വരാൻ നമ്മൾ ആരും മുൻകൈ എടുക്കേണ്ട. അത് കർത്താവ് തന്നെ മുൻകൈ എടുത്തു. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും. ശാഖയ്ക്ക് സ്വയമേ ഒന്നും ചെയ്യേണ്ടതില്ല. തായ് മരത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് ശാഖ പുറപ്പെടുന്നു. വൃക്ഷത്തിൽ നിന്ന് വേണ്ടതെല്ലാം ശാഖ സ്വീകരിക്കുന്നു. വൃക്ഷത്തിൽ നിന്ന് ശാഖ ഫലം പുറപ്പെടുത്തുന്നു. ഈശോ പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും ആകുന്നു. ആകും എന്നല്ല, ആകുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും ആകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഹൃദയത്തിലെ സ്നേഹത്തിലേക്ക് അവിടുന്ന് നമ്മളെ എന്താ ചേർത്തെന്നറിയാവോ? മാമോദിസ സമയത്താണ്. എന്താണ് മാമോദിസ? മാമോദിസ ഒരു വിവാഹമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇക്കാര്യം പറയുന്നുണ്ട്. മാമോദീസ യേശുക്രിസ്തുവാകുന്ന ദിവ്യമണവാളനുമായി ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്മാവാകുന്ന മണവാട്ടിയുമായി വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണ്. 2 കൊരിന്തോസ് 11:2. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്, ക്രിസ്തുവിന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതിന്, ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ബൈബിളിൽ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സമ്മതമല്ല, വിവാഹം ഉറപ്പിക്കലല്ല, വിവാഹം തന്നെയാണ്. അതാണ് ഔസേപ്പിതാവും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ
അവൾ പരിശുദ്ധാത്മാവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഡൈവേഴ്സ് ചെയ്യുവാൻ ഔസേപ്പ് പിതാവ് ആലോചിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിൻ്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ഡൈവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഔസേപ്പ് പിതാവ് മാതാവിനെ ഡൈവേഴ്സ് ചെയ്യാൻ ആലോചിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ ക്രിസ്തുവിന് നിങ്ങളെ സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. കോരിന്തോസിലെ ജ്ഞാനസ്നാനമേറ്റ ക്രൈസ്തവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ എത്ര അർത്ഥവത്താണ്. നിങ്ങളും ഞാനും ജ്ഞാനസ്നാനാവസരത്തിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു ദൈവവുമായി. യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ, യേശുക്രിസ്തുവിൻ്റെ മാത്രം സ്വന്തമാകുവാൻ, യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കവർന്നെടുക്കപ്പെടുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന തിരുവെഴുത്തിൽ പറയുകയാണ്, യേശുവിനോട് ഇങ്ങനെ പറയാനുള്ള സമയമാണിത്. കർത്താവെ, വഞ്ചിക്കപ്പെടാൻ ഞാൻ സ്വയം അനുവദിച്ചു പോയി. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞാൻ 1000 തരത്തിൽ ഓടി ഒളിച്ചു. എന്നാലും അങ്ങുമായുള്ള എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരിക്കൽ കൂടി അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എനിക്കങ്ങയെ ആവശ്യമുണ്ട്. കർത്താവെ, ഒരിക്കൽ കൂടി എന്നെ രക്ഷിക്കണമേ. കർത്താവെ, അവിടുത്തെ രക്ഷാകരമായ ആശ്ലേഷത്തിലേക്ക് ഒരിക്കൽ കൂടി എന്നെ സ്വീകരിക്കണമേ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രാർത്ഥനയാണിത്. കർത്താവെ, അങ്ങയുടെ രക്ഷാകരമായ ആശ്ലേഷത്തിലേക്ക് ഒരിക്കൽ കൂടി എന്നെ സ്വീകരിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ആശ്ലേഷത്തിൽ നമ്മൾ അമർന്നു. ആ സ്നേഹ വലയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെട്ടു. നമ്മുടെ ഹൃദയം യേശു കവർന്നെടുത്തു. ആ സ്നേഹത്തിൽ നിലനിൽക്കണം. അതാണ് യോഹന്നാൻ 15:9 ഈശോ പറയുന്നത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതൊരു രഹസ്യമാണ്. എന്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹം? അതിൻ്റെ ആഴം എത്രയാണ്? പിതാവായ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൻ്റെ ആഴം ആർക്കളക്കാൻ പറ്റും? പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം ഏത് മനുഷ്യബുദ്ധി ഗ്രഹിക്കാൻ പറ്റും? അതുകൊണ്ടാണല്ലോ നമ്മളതിനെ ത്രിത്വത്തിൻ്റെ രഹസ്യം എന്ന് വിളിക്കുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആധിക്യവും ആഴവും ഒരു കാലത്ത് നമുക്ക് മനസ്സിലാക്കി തീർക്കാൻ പറ്റാത്തത്ര വലുതായതുകൊണ്ടാണ് ത്രിത്വത്തിൻ്റെ രഹസ്യമെന്ന് ആ സ്നേഹത്തെ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് ഈശോ പറയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ക്രിസ്തുവിന് നമ്മോടുള്ള ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നതും അതിനുശേഷം മരണത്തോടെ ആ സ്നേഹത്തിൻ്റെ പരിപൂർണത അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഈ സത്യമാണ് നമ്മൾ അറിയും തോറും നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകതയുണ്ട്. ഭൂലോകത്തിൽ ആർക്കും ഇപ്രകാരം ഒരു സ്നേഹം നമ്മളോടില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. നമുക്ക് എങ്ങനെ മനസ്സിലാകും? യേശു നമ്മളെ എങ്ങനെ സ്നേഹിച്ചു എന്ന് നോക്കിയാൽ കാണാൻ പറ്റും. എങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്? യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾക്കറിയാം അതല്ലേ? എന്താണത്? ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മ സ്നേഹിച്ചതുപോലെയല്ല.
എൻ്റെ അപ്പൻ സ്നേഹിച്ചത് പോലെയല്ല, വിവാഹത്തിലാണെങ്കിൽ ജീവിത പങ്കാളി സ്നേഹിക്കുന്ന പോലെയല്ല, മാതാപിതാക്കൾ സ്നേഹിക്കുന്ന പോലെയല്ല, ലോകത്തിൽ ആർക്കും അങ്ങനെ സ്നേഹിക്കാൻ സാധ്യമല്ല. യേശുവിൻ്റെ മാത്രം യുണീക്ക് ലവ്, അതിവിശിഷ്ടമായ സ്നേഹം, അതുല്യമായ സ്നേഹം എന്താണ്? ജീവൻ നൽകുന്ന സ്നേഹം. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ക്രിസ്തു ബലി കഴിച്ചു. ഈ സ്നേഹത്തെ പറ്റിയുള്ള ബോധ്യവും അറിവുമാണ് ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർത്തിരിക്കുക, ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച് വധിക്കുന്നതിന് അധികാരപ്പെടുത്തപ്പെട്ട ശതാധിപൻ, കർത്താവിൻ്റെ കുരിശുമരണ സമയം വരെയും താഴെ നിന്നിച്ചുകൊണ്ടിരുന്നവൻ, കർത്താവ് മരിക്കുന്നത് കണ്ടപ്പോൾ സുവിശേഷകന്മാർ പറയുകയാണ്, യേശുവിന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ജീവൻ നൽകി സ്നേഹിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ പ്രപഞ്ചം മുഴുവൻ ആടി ഉലയുകയാണ്. ഭൂമി കുലുങ്ങുന്നു, സൂര്യൻ നട്ടുച്ചയ്ക്ക് പ്രകാശം തരാതെയാകുന്നു, പാറകൾ പിളരുന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെടുന്നു, ദേവാലയ തിരശ്ശീല രണ്ടായി കീറിപ്പോകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ ഭൂമിക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ പീഡിപ്പിച്ച് കൊല്ലുന്നതിൽ മുൻകൈ എടുത്ത ശതാധിപൻ താഴെ വീണുകൊണ്ട് കരയുന്നു. പിന്നെയും സുവിശേഷം പറയുന്നുണ്ട്, ആ മലയിൽ പതിവായിരുന്നു ആളെ കൊല്ലുക. ഈ ആളെ കൊല്ലുമ്പോൾ അവർ മരിക്കുന്നത് കണ്ടിട്ട് രസിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ കൂടുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു മരിക്കണം കണ്ടപ്പോൾ കാഴ്ച കാണാൻ വന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവർ മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഈ സ്നേഹം ആരെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കിയാൽ അവൻ പാപ ജീവിതത്തിൽ വിട പറയും. ക്രിസ്തുവിന്റെ സ്നേഹം ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവൻ പാപ ജീവിതത്തോട് വിട പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയാൻ കാരണം ഇതാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഒരു വ്യക്തിയെ കീഴടക്കി കഴിയുമ്പോൾ, ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയം കവർന്നെടുത്ത് കഴിയുമ്പോൾ, പിന്നെ അവന് ഈ ലോകത്തിലെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവുകയില്ല, മോഹങ്ങളില്ല, പാപാഗ്രഹങ്ങളില്ല, തന്നെ തന്നെ പുകഴ്ത്താനും പൊക്കാനും ആഗ്രഹം ഉണ്ടാകുകയില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആടി മൂടി മാറ്റം വരും. അതാണ് പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ ക്ഷതങ്ങൾ അവൻ്റെ നിത്യസ്നേഹത്തിൻ്റെ സ്മാരകമാണ്. യേശുവിൻ ക്ഷതങ്ങൾ എന്നോടുള്ള അവൻ്റെ മരിച്ചാലും തീരാത്ത സ്നേഹത്തിൻ്റെ ശാശ്വതമായ സ്മാരകമാണ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് രോഗശാന്തിയെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, രോഗശാന്തിയേക്കാൾ അധികമായി പാപരോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലിനെ പറ്റിയാണ്. ഇപ്രകാരം ഒരു സഭാപ്രബോധനമുണ്ട്, CCC 549. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ച കാലത്ത് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അവൻ വന്നത് മനുഷ്യനെ പാപദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് ആ പ്രബോധനം പറയുകയാണ്, ഒരു മനുഷ്യനെ എല്ലാ തലത്തിലുമുള്ള അടിമത്തങ്ങൾക്ക് നയിക്കുന്നത് അവൻ്റെ പാപദാസ്യമാണ്. ഈ പാപദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യേശു കൊടുത്ത വില എന്താ? അവൻ്റെ ജീവനാണ്. അങ്ങനെ അവൻ ജീവൻ കാൽവരിയിൽ വിലയായി കൊടുത്തു, മോചന ദ്രവ്യമായി കൊടുത്തു, ലോകത്തിലെല്ലാവരെയും ശുദ്ധീകരിച്ചു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ സ്നേഹം ശുദ്ധീകരിക്കുന്ന സ്നേഹമാണ്, വിമോചിപ്പിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, ഇതാ ലൂക്കാസ് സുവിശേഷം പറയാണ്, കർത്താവ് ശമയോന്റെ വീട്ടിൽ അതിഥിയായി ചെന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. വലിയ വിരുന്നുശാലയാണ്. ഈശോയെ ക്ഷണിക്കുമ്പോൾ മാന്യന്മാരൊക്കെ ക്ഷണിക്കും.
അങ്ങനെ ഒരുപാട് മാന്യന്മാരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. അവരുടെ ആ രീതി അനുസരിച്ച് പാട്ടും നൃത്തവും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സദസ്സിൽ ദാ കയറി വരുന്ന സ്ത്രീ, അവളെപ്പറ്റി ലൂക്ക പറയുന്നത് എങ്ങനെന്നറിയോ? പട്ടണപ്പാപിനി. ഒക്കെ പേരില്ല. പട്ടണപ്പാപിനി എന്ന് പറഞ്ഞാൽ പരസ്യവേശ്യ എന്നർത്ഥം. അപ്പോൾ ആ വിടുതശാലയിൽ ഒരു പട്ടണപ്പാപിനി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അനേക പേരിരുന്ന് ഭക്ഷണം കഴിച്ച് രസിക്കുമ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വന്ന് അവൾ കരയുകയാണ്. യേശുവിൻ്റെ 2 പാദങ്ങളും കഴുകുവാൻ മാത്രം കണ്ണുനീർ അവളൊന്നൊഴുക്കി. ഈശോ ഉടനെ തന്നെ ശിമയോനോട് പറയുകയാണ്, ശിമയോനെ, ഞാൻ നിന്റെ അതിഥിയല്ലേ? നിന്റെ ആതിഥേയ മര്യാദ പ്രകാരം നിനക്ക് വെള്ളം നിന്റെ കാല് കഴുകേണ്ടതായിരുന്നില്ല. നീ കാല് കഴുകിയില്ലല്ലോ. നോക്കിക്കേ, ഇവൾ അവളുടെ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുന്നു. യഹൂദ ആദിത്യ മര്യാദ അനുസരിച്ച് നീ എൻ്റെ തലയിൽ ഒരു തുള്ളി തൈലം പൂശേണ്ടതായിരുന്നു. നീ തൈലം പൂശിയില്ല. അവളിതാ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. നീ എൻ്റെ നെറുകയിൽ ചുംബിച്ചായിരുന്നു എന്നെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടിയിരുന്നത് ആചാരപ്രകാരം. നീ ചെയ്തില്ല. ഇവൾ ഞാൻ വന്നു കയറിയത് മുതൽ ഇവൾ എന്നെ ചുംബിക്കുന്ന വിരമിച്ചിട്ടില്ല. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അവളുടെ ഉള്ളു മുഴുവൻ കത്തിച്ചു കളയും. അവളുടെ ജഡമോഹങ്ങളും പാപാസക്തികളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവളവിടെ ഉരുകി ഇല്ലാതായി. അവളല്ലേ മഗ്ദലേന മേരി. 7 പിശാചുക്കൾ പുറത്താക്കപ്പെട്ടവളെന്ന് സുവിശേഷകനായ ലൂക്ക പ്രത്യേകം പറയുന്നുണ്ട്. അവളിൽ നിന്ന് 7 പിശാചുക്കൾ പോയി. 7 എന്ന് പറഞ്ഞ ബൈബിളിലെ അർത്ഥം പൂർണ്ണതയുടെ നമ്പർ എന്നാണ്. എന്ന് വെച്ചാൽ നരകം മുഴുവനും അവളിലുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അവയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവളിൽ നിന്ന് തിന്മ പൂത്തൊഴുക്കായി പുറത്തേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഓർക്കുക, യേശുവിൻ്റെ സ്നേഹം നമ്മളെ ആടിമുടി ശുദ്ധി ചെയ്യുന്ന സ്നേഹമാണ്. നമ്മൾ രൂപാന്തരപ്പെടുന്ന സ്നേഹമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള എല്ലാ പാപമോഹങ്ങളും നശിപ്പിച്ചു കളയുന്ന സ്നേഹമാണ്. മറ്റൊരു ഉദാഹരണമാണ് സക്കേബൂസ്. സക്കേബൂസ് സമ്പത്താകുന്ന വിഗ്രഹത്തെ ആരാധിച്ചു കഴിയുന്നവനാണ്. സമ്പത്ത് മാത്രമാണ് അവൻ്റെ ജ്വരം. എന്നാൽ അവനിലേക്കും കർത്താവിൻ്റെ സ്നേഹം ഒഴുകുകയാണ്. ആ നാട്ടിലുള്ള നല്ലവരാരും വരെ പരിഗണിക്കാറില്ല. അവരുടെ എന്തെങ്കിലും ആഘോഷമൊക്കെ വിളിക്കാറില്ല. അവന് പരസ്യമായി ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ യേശു അവനെ തപ്പി നടക്കുകയാണ്. യോഹന്നാൻ എഴുതിയില്ലേ? യോഹന്നാൻ യേശുവിൻ്റെ ചെറുപ്പകാലത്ത് 10-20 വയസ്സുള്ള പ്രായത്തിൽ യേശുവിൻ്റെ വക്ഷത്തിൽ ചാരിക്കിടന്ന് ക്രിസ്തുവിൻ്റെ വശീകരണ സ്നേഹം അനുഭവിച്ചവൻ ഏതാണ്ട് 100 വയസ്സായപ്പോൾ എഴുതിയ ലേഖനമാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1, 2, 3, 4 അധ്യായങ്ങൾ. അവിടെ യോഹന്നാൻ പറയാണ് 4:19 പറയാണ്, ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. ഈ വശീകരിക്കുന്ന സ്നേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. സ്നേഹിച്ചേ പറ്റൂ. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. അതാ സംഭവിച്ചത്. ഈ സക്കേബൂസിന് കർത്താവ് കാണാതെ, കർത്താവിന് ശ്രദ്ധയപ്പെടാതെ, കർത്താവിനെ ഒരു നോക്ക് കാണാൻ മാത്രമേ ആ മനുഷ്യൻ ആഗ്രഹിച്ചുള്ളൂ. യേശു എന്താ ചെയ്യുന്നത്? അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവനെ സ്നേഹിക്കുന്നുവെന്ന് തെളിവ് കൊടുക്കുകയാണ്. എല്ലാവരും വെറുക്കുന്ന നിന്നെ, ആർക്കും വേണ്ടത് നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കർത്താവോട് ചെന്നിട്ട് ഒരു ഉപദേശം പറയുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ ഉള്ളു പെടച്ചു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ ഹൃദയത്തിലെ ആ വിഗ്രഹം നഷ്ടപ്പെട്ടു. അവൻ എഴുന്നേറ്റ് പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സ്വത്തിൻ്റെ പകുതി മുഴുവൻ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ആര് ചെയ്യുമത്? ഇന്നത്തെ കാലത്ത് ദശാംശം കൊടുക്കുന്ന പോലും ഫോണെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്ന ആൾക്കാർ. 10 പൈസ കൂടിപ്പോയാൽ എന്താ അബദ്ധം തന്നെ പോലെയാണ്. അവൻ്റെ വസ്തുവിൻ്റെ പകുതി മുഴുവൻ, പ്രിയപ്പെട്ട അതാ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നൊരു വ്യക്തിക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റുകയില്ല. വീണ്ടും നമ്മൾ കാണുന്ന പൗലോസിൻ്റെ ഉദാഹരണമാണ്. പൗലോസ് അവസാനത്തെ വിചാരണ സമയത്ത് പൗലോസിന് കിട്ടിയ എല്ലാ അവസരങ്ങളും സാക്ഷ്യം പറയാൻ ഉപയോഗിക്കുകയാണ്.
അവസാനത്തെ വിചാരണയിലെങ്കിലും അല്പം മയപ്പെടുത്തിയിരുന്നെങ്കിൽ കഴുത്തേൽ വാള് വീഴുകയില്ലായിരുന്നു. അപ്പോഴും പൗലോസ് പറയുന്നതിൻ്റെ അനുഭവ സാക്ഷിയാണ്. എന്താ അനുഭവ സാക്ഷ്യം പറയുന്നത്? മുമ്പ് യേശുക്രിസ്തുവിനെതിരായി പലതും ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. യേശുക്രിസ്തുവിനെതിരായി പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെയുള്ള അതിനെ ഒത്തിരി പ്രവർത്തിക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ ഞാൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒത്തിരി പേരെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ആ ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഒരു സ്വരൂപം കേട്ടു. അത് വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വിളിയാണ്. സാവൂൾ, സാവൂൾ. ഈ സ്നേഹം കൂടുമ്പോഴാണ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്നത്. സാവൂൾ, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? അസ്ത്രം പോലെ ഈ വാക്കുകൾ സാവൂളെന്ന അഹങ്കാരിയും മഹാപണ്ഡിതനുമായ ആ ഫരീസയന്റെ ചങ്കിനകത്തെ കുത്തി കയറി. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുതിരപ്പുറം താഴെ വീണു. 3 ദിവസത്തേക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലും അവൻ്റെ ഹൃദയം കർത്താവിനായി ദാഹിച്ചു. പിന്നെ അവനെന്താ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്നെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ജീവിക്കുന്നെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഞാനേ അല്ല ഇനി ജീവിക്കുന്നത്. എന്നിലെ ഞാൻ ഇല്ലാതായി, ഞാൻ വട്ടപൂജ്യമായി തീർന്നു. എന്നിലിപ്പോൾ യേശു മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ വശീകരിക്കുന്ന സ്നേഹത്തിൽ അഹങ്കാരിയും തന്നിഷ്ടക്കാരനും ആയ സാവൂൾ മരിച്ചുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അഗസ്റ്റിൻ കാർത്തയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് വിജ്ഞാനം അന്വേഷിച്ച് റോമായിൽ എത്തിയതാണ്. റോമായിലായിരുന്നു അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അഗസ്റ്റിൻ മഹാപണ്ഡിതനായതുകൊണ്ട് സാധാരണഗതിയിൽ മറ്റൊരാളുടെ പ്രസംഗം കേൾക്കാൻ തയ്യാറാകുകയില്ല. അഗസ്റ്റിനേക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ആരുമില്ലെന്ന് അദ്ദേഹത്തിന് വയ്പ്. അങ്ങനെ അഹങ്കാരത്തോടെ റോമാനഗരത്തിൽ നിന്ന് അഗസ്റ്റിൻ സാവകാശം റോമാനഗരത്തിലെ തിന്മകളാൽ സ്വാധീനിക്കപ്പെട്ടു പോയി. അങ്ങനെ അധാർമികമായ ജീവിതത്തിൻ്റെ അടിമയായി അദ്ദേഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവചിന്തയില്ല, ദൈവഭയമില്ല, വിശ്വാസമില്ല, ഒരു താന്തോന്നിയായി അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വേള അദ്ദേഹം മിലാൻ കത്തീഡ്രൽ പള്ളിയുടെ മുൻപിലൂടെ കടന്നു പോകാനിടയായി. ആ സമയത്ത് സഭാപിതാവും മഹാവിശുദ്ധനുമായ അംബ്രോസ് രൂപത അധ്യക്ഷനാണ് മിലാൻ്റെ. അദ്ദേഹം പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയമായിരുന്നു. ഒരിക്കലും പള്ളിയിൽ കയറാനോ ആരുടെയും പ്രസംഗിക്കാനോ എളിമയില്ലാത്ത അഗസ്റ്റിന് പെട്ടെന്ന് തോന്നി ആ പള്ളിക്കകത്തുനിന്ന് കാരണം. പള്ളിക്കകത്ത് കയറിയപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ അഗസ്റ്റിനെ പിടിച്ചൊലച്ചു. ക്രിസ്തുവുമായി സ്നേഹബന്ധമില്ലാത്ത വ്യക്തിയുടെ ജീവിതം പരാജയമാണ്. അതായിരുന്നു പ്രസംഗത്തിന് രത്ന ചുരുക്കം. യേശു ക്രിസ്തുവുമായി സ്നേഹബന്ധമില്ലാത്ത വ്യക്തിയുടെ ജീവിതം പരാജയമാണെന്ന് മഹാവിശുദ്ധനും പണ്ഡിതനുമായ അംബ്രോസിൻ്റെ വാക്കുകൾ. സാധാരണ വാക്കുകളാണ്, പക്ഷേ മഹാവിശുദ്ധനല്ലേ പറയുന്നത്. ആ വാക്കുകൾ ഈ അഗസ്റ്റിനെ പിടിച്ചൊലച്ചു. അഗസ്റ്റിൻ തിരിച്ചെന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സംഘത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ അസ്വസ്ഥതയായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ദേഹം വെട്ടി വേർക്കുന്നു, ആകപ്പാട് വല്ലാത്ത വിഷം. ആ സമയത്ത് അദ്ദേഹം ഒരു സ്വരം കേട്ടു. ആ സ്വരം ഇതായിരുന്നു: എടുത്ത് വായിക്കുക, എടുത്ത് വായിക്കുക. എന്തെടുത്ത് വായിക്കാനാ? ഈ മഹാജ്ഞാനിക്ക് ഇനി എവിടുന്നാ ജ്ഞാനം കിട്ടേണ്ടത്? അപ്പോൾ ഇതുവരെ കൈകൊണ്ട് തൊടാത്ത ഒരു വേദപുസ്തകം ആ മേശപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. പൊടി പിടിച്ച് അതെടുത്ത് മറിച്ചപ്പോൾ കിട്ടിയ വാക്യം ഇതെങ്ങനെയായിരുന്നു: ഈ സമയം തിരിച്ചറിയുക, നിങ്ങൾ നിദ്രയിൽ നിന്ന് ഉണരേണ്ട മണിക്കൂറാണിത്. കാരണം ഇപ്പോൾ നമ്മുടെ രക്ഷ നാം വിശ്വാസം സ്വീകരിച്ച സമയത്തേക്കാൾ സമീപസ്ഥമാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകൽ എന്ന പോലെ നമുക്ക് മാന്യമായി വ്യാപരിക്കാം.
സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ മുഴുകരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങൾ ഉണ്ടാകത്തക്ക വിധം ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുവിൻ. ദുർമോഹങ്ങൾ ഉണ്ടാകത്തക്ക വിധം ശരീരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുവിൻ. ഈ വചനമായ ശേഷം അഗസ്റ്റിന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. ഒരു ആത്മീയ കടലിലേക്ക് എടുത്തെറിയപ്പെട്ട അനുഭവം ഉണ്ടായി. ഒരു സ്വർഗീയമായ ഒരു സ്പർശനം കിട്ടി. അഗസ്റ്റിന് അവിടെ കുറേ നിമിഷങ്ങൾ ലയിച്ചിരുന്നു പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം അഗസ്റ്റിന് എഴുന്നേറ്റ് താൻ സ്ഥിരം പാപം ചെയ്യുന്ന വെപ്പാട്ടിയുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോവുകയാണ്. അഗസ്റ്റിൻ അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അഗസ്റ്റിൻ വേഗത്തിൽ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ അവിടെ വാതുക്കെ വന്ന് കാത്തു നിന്നു. പതിവ് പോലെ വരുമെന്ന് കരുതി അഗസ്റ്റിൻ നോക്കുക പോലും ചെയ്തില്ല. അതിശയം തോന്നി ആ സ്ത്രീക്ക്. എന്ത് പറ്റി അഗസ്റ്റിൻ ഇന്ന്? അവൾ കൈകൊട്ടി അഗസ്റ്റിനെ വിളിച്ചു. അഗസ്റ്റിൻ മൈൻഡ് ചെയ്യുന്നില്ല. അഗസ്റ്റിൻ വേഗത്തിൽ പോവുക. ഇവൾ പുറകെ ഓടിച്ച് ഒച്ചയുണ്ടാക്കി. അവൾ അഗസ്റ്റിൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഹേയ്, നിനക്കറിയാവുന്ന അഗസ്റ്റിൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നിനക്കറിയാവുന്ന അഗസ്റ്റിൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അഗസ്റ്റിൻ മരിച്ചുപോയി. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് കള്ളമല്ലേ? എന്താണ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനർത്ഥം? ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനർത്ഥം ക്രിസ്തുവിനെ പ്രേമിക്കുക എന്നാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നാണ്. സ്വന്തം ജീവനേക്കാൾ പോലും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുക, അവന് വേണ്ടി ജീവിക്കുക. ആദ്യമ ക്രൈസ്തവർ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ക്രിസ്ത്യാനികൾ എന്നല്ലായിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന വാക്ക് പിന്നെ ഉപയോഗിക്കുന്നത് വിശ്വാസികൾ എന്നാണ് വിളിച്ചത്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു മനസ്സുമായിരുന്നു. വിശ്വാസികളുടെ സമൂഹം. ആരാ വിശ്വാസി? സ്വയം ഇല്ലാതായി യേശുവിൽ ലയിച്ചവൻ, സ്വയം ശൂന്യമാക്കി യേശുവായി രൂപാന്തരപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി നമുക്ക് പിടികിട്ടും. എന്താണ്? നമ്മൾ വിശ്വാസികൾ ആകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന് മുമ്പത്തെ മാർപ്പാപ്പന്മാർ 2-3 പേരും ലോകത്തിന് നേരത്തെ പരിചയമുള്ളവരായിരുന്നു. ഇദ്ദേഹം അറിയപ്പെടാത്ത അർജന്റീനയിലെ ഒരു കാർഡിനൽ മാത്രമായിരുന്നു. അദ്ദേഹത്തെ മാർപ്പാപ്പ തിരഞ്ഞെടുത്തപ്പോൾ പത്രക്കാർ അദ്ദേഹത്തെ ചോദിച്ചു, കാർഡിനൽ ജോർജ് ബൾഗോറിയോ, ടെൽ us about yourself. ഞങ്ങളോട് പറ, നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ തന്നെ സ്വയം പരിചയപ്പെടുത്ത്. ഉടനെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഐ ആം എ സിന്നർ. പരിശുദ്ധ പിതാവേ എന്ന് ലോകം മുഴുവനും സംബോധന ചെയ്യുന്ന മാർപ്പാപ്പ പറയാണ്, ഞാനൊരു പാപിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആർക്കാ മനസ്സിലാകുന്നത്? ആർക്ക് മനസ്സിലാകുന്നത്? ക്രിസ്തുവുമായി അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകും. അതെ മദർ തെരേസ പറയുന്നത്. കൽക്കട്ടയിലെ മദർ തെരേസ പറയാണ്, ചില മഹാവിശുദ്ധർ തങ്ങളെ തന്നെ വലിയ കുറ്റവാളികൾ എന്ന് വിളിച്ചു. മഹാവിശുദ്ധർ അവർ തന്നെ അവരെ വലിയ കുറ്റവാളികൾ എന്ന് വിളിച്ചു. എൻ്റെ രഹസ്യം മദർ തെരേസ പറയുന്നത്, കാരണം അവർ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടു. ആ വെളിച്ചത്തിൽ അവർക്ക് അവരെ കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റി. ഇപ്പം ഈ ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫാക്കിയാൽ ഈ അൾത്താരയോ ഈ മേശയോ ഇവിടെ നിൽക്കുന്ന ആരെയും കാണാൻ പറ്റില്ല നമുക്ക്. ആരാണ് മഹാവിശുദ്ധർ? ഞാൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞവർ. എങ്ങനെ അറിഞ്ഞു? അവർ ദൈവത്തെ കണ്ടു. അർത്ഥം യേശുക്രിസ്തുവുമായി ഗാഢബന്ധത്തിലായി. അപ്പോൾ അവൻ്റെ ആ പ്രകാശത്തിൽ തങ്ങൾ എത്രമാത്രം കുറവുള്ളവരാണെന്ന് അവർക്ക് ബോധ്യം വരുന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് നേരത്തെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ വിശുദ്ധീകരിക്കും എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പലരും നമ്മളോട് പറയുന്നുണ്ടാകും, എനിക്ക് ഇതിനോട് താല്പര്യമുണ്ട്, എനിക്കിതിനെ ഇഷ്ടമാണ്, എനിക്കിതിനോട് സ്നേഹമാണ്. വീട്ടിൽ പോലും മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു തരും ഐ ലവ് യു എന്നൊക്കെ പറയും. പക്ഷേ ക്രിസ്തു എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മളെ വിശുദ്ധീകരിച്ച്, നമ്മളെ രൂപാന്തരപ്പെടുത്തി, നമ്മുടെ അസ്തിത്വത്തിന് പോലും മാറ്റം വരുത്തി ഒരു നവ്യ സൃഷ്ടികളാക്കി മാറ്റും. ഇതാണ് ഈ ലോകത്തിൽ ക്രിസ്തുവിൽ കണ്ട പ്രത്യേകത. ബെനഡിക്ട് പാപ്പ പറയുമായിരുന്നു, മറ്റ് മതങ്ങളും ക്രിസ്തുവും തമ്മിൽ വ്യത്യാസം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞമായ ഒരാളാണല്ലോ ബെനഡിക്ട് പാപ്പ. അദ്ദേഹം പറയും, മറ്റെല്ലാ മതങ്ങളിലും ആളുകൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ മതങ്ങളുടെ നിയമം അനുസരിക്കാൻ വേണ്ടിയാണ്. മതാനുഷ്ഠാനങ്ങളാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. ക്രൈസ്തവന്റെ നേരെ വിപരീതമാണ്. ക്രൈസ്തവന് അനുഷ്ഠാനങ്ങൾ 2ാം സ്ഥാനത്തേ ഉള്ളൂ. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതൽ. യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവുമായിട്ടുള്ള അത്യഗാധമായ വ്യക്തിബന്ധമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉൾക്കാമ്പ്. ആ സ്നേഹബന്ധം പ്രകാശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആചാര അനുഷ്ഠാനങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആധ്യാത്മിക ചൈതന്യം പൂർണ്ണമായി ചോർന്നു പോകാത്ത തരത്തിൽ ബാഹ്യ ആഘോഷങ്ങൾ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലായിടത്തും. സത്യത്തിൽ ഈ അമേരിക്കയിലെ പള്ളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരൊറ്റ ഇംഗ്ലീഷ് പള്ളിയിൽ പെരുന്നാളില്ല. അമേരിക്കയിലെ ഒരൊറ്റ ഇംഗ്ലീഷ് പള്ളികളിൽ പെരുന്നാളില്ല. പക്ഷെ അവിടുത്തെ എല്ലാ പള്ളികൾക്കും തന്നെ നിത്യാരാധന ചാപ്പലുണ്ട്. അത് രാത്രിയും പകലും 24 മണിക്കൂറും പ്രായമായ രോഗികളായ ഈ ശ്വാസം പോലും കിട്ടാൻ പറ്റാത്ത ഓക്സിജൻ സിലിണ്ടറൊക്കെ ആയിട്ട് പാതിരാത്രിക്ക് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പെരുന്നാളുകളില്ല, ആഘോഷങ്ങളില്ല, പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ വളരെ അധികം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിന്റെ പ്രകാശനമായിട്ടാണെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനെയല്ല കാണുന്നത്. അതൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ ഒരാനന്ദവും തൃപ്തിയും. കുളിപ്പിച്ച് ബാക്കി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കാൻ കാരണം എന്നറിയാവോ? സ്നേഹം കൊണ്ടാണ്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തോബിത്ത് 12:10. ഇത് ആരും മറക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞ തോബിത്ത് 12:10 പറഞ്ഞുതരാം. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പറഞ്ഞേ, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. അധ്യായം എത്രയാ? തോബിത്ത് 12-ാം അധ്യായം 10-ാം വാക്യം. ഹല്ലേലൂയ. ഇത് എല്ലാവരും വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്ത് ഭിത്തി ഒട്ടിച്ച് വെക്കണം. എല്ലാ വീട്ടിലും എല്ലാ മുറിയിലും ഒട്ടിച്ച് വെക്കണം. ഏതാണ്? പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണെന്ന് പറഞ്ഞ എല്ലാവരും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? പാവമോഹങ്ങൾ നശിപ്പിച്ചു കളയുന്ന ഒരു തീവ്രമായ സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനം നമ്മെ സംബന്ധിച്ച് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണെങ്കിലും ആ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ മേടിക്കുന്ന വിവാഹം കഴിച്ചവർ, നിങ്ങളുടെ വിവാഹം അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മാത്രമാണ് ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടത്. പക്ഷേ ആ കൃപാവര ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ജീവിക്കുകയാണ്. ഒരിക്കൽ മാത്രമാണ് വിവാഹ കൂദാശ സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ജീവിത അന്ത്യം വരെ ആ കൃപാവരത്തിൽ
നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 42 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ചു. എല്ലാ ദിവസവും ആ കൂദാശയുടെ വരപ്രസാദത്തിൽ ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ ഞാൻ വീണു പോകും. മാമോദിസ ഇതുപോലെ തന്നെ. മാമോദിസ മുങ്ങി കഴിഞ്ഞു പോയ സംഭവമല്ല. മാമോദിസ കഴിഞ്ഞു പോയ സംഭവമല്ല. മാമോദിസ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇങ്ങനെ പറയും, ലിവ് യുവർ ബാപ്റ്റിസം. ലിവ് യുവർ ബാപ്റ്റിസം. ക്രൈസ്തവ ജീവിതത്തെ പറ്റി അവർ ചുരുക്കി പറയാണ്, ലിവ് യുവർ ബാപ്റ്റിസം. നിന്റെ മാമോദിസായുടെ ചൈതന്യ പ്രകാരം നീ ജീവിക്കുക. എന്താണ് മാമോദിസയുടെ ചൈതന്യം? മാമോദിസ സമയത്ത് 3 വ്രതങ്ങൾ എടുക്കുന്നുണ്ട് മനുഷ്യൻ. 3 വ്രതങ്ങൾ. 1, പിശാചിനെയും അവൻ്റെ സകല കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. 2, പാപവും പാപ കാരണങ്ങൾ ഉപേക്ഷിക്കുന്നു. 3, യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നു. എന്താണ് ദൈവമായി സ്വീകരിക്കുന്ന അർത്ഥം? എന്താണ് ദൈവമായി സ്വീകരിക്കുന്നതിന് അർത്ഥം? യേശുക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം ഞാൻ അവിടുത്തെ പാദങ്ങൾ അടിയറ വെച്ചേ തീരൂ. യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമായിരുന്നെങ്കിൽ, ഒരു അത്ഭുത മനുഷ്യൻ മാത്രമായിരുന്നെങ്കിൽ അവൻ്റെ മുമ്പിൽ ആരും കീഴടങ്ങേണ്ടി വരുമായിരുന്നില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ 2:10 പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവൻ കുരിശ് മരണം വരെ തന്നെ തന്നെ താഴ്ത്തി. എന്നാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുഴങ്കാലുകളും മടങ്ങുന്നതിനും യേശുവാണ് കർത്താവെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി അത്രേ. അപ്പൊ യേശുക്രിസ്തു ദൈവമാണെന്ന് ജ്ഞാനസ്ഥാനാവസരത്തിൽ വിളിച്ചു പറയുന്നതിന് അർത്ഥമുണ്ട്. അങ്ങനെ പറയുന്ന അർത്ഥം ഇതാണ്, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയില്ല. യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ സർവാധികാരിയാണ്, അവൻ എൻ്റെ മേൽ അവകാശിയാണ്, എൻ്റെ ജീവിതം എനിക്കുള്ളതല്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ധ്യാന ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്തു വരേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയാം. എത്രയോ പേരാണ് ജീവിതം അടിമുടി മാറി മറിയുന്നത്. പാപത്തിൻ്റെ ഗർത്തത്തിൽ കിടന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന അവസരത്തിൽ വരുന്ന ആളുകൾ കർത്താവ് എങ്ങനെയാണ് മോചിപ്പിക്കുന്നത്? ഞാൻ ഓർക്കുക, ഒരിക്കൽ പെൺകുട്ടിയെ പ്രാർത്ഥിക്കും കൊണ്ടുവന്നു. 2 ധ്യാനം ഒരേ സമയത്ത് ആരംഭിക്കുകയായിരുന്നപ്പോൾ, ഒന്ന് സാധാരണയുള്ള ആഴ്ചതോറുമുള്ള ധ്യാനം, അതേ സമയത്ത് യുവജനങ്ങളുടെ സവിശേഷമായ ധ്യാനം. അപ്പോൾ അൽത്താറിലേക്ക് കയറി തൊട്ട് മുമ്പാണ് കുറേ പേര് ഒരു പെൺകുട്ടിയെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അവളെപ്പറ്റി പറഞ്ഞ കംപ്ലൈൻറ്റ് ഇതാണ്, അവൾ അമ്മയുടെ നാഭിക്കിട്ട് തൊഴിച്ചു, അമ്മയ്ക്ക് രക്തസ്രാവമായി. പിന്നെ വീട്ടിലെ ഏറ്റവും മൂർച്ചയേറിയ കത്തിയെടുത്ത് അമ്മയെ അടുക്കളയുടെ ഭിത്തിയേൽ തറച്ചു നിർത്തിയിട്ട് കുത്താൻ കൈ ഓങ്ങി. ഇവർക്ക് 18 വയസ്സ് പ്രായമുള്ളൂ. അപ്പോഴേക്കും അമ്മ കിടന്ന് ഒച്ച ഉണ്ടാക്കി അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടി ഇവളെ പിടിച്ച് കെട്ടി കൊണ്ടുവന്നിരിക്കുക. ഇവളെന്നോട് പറയുക, അച്ഛൻ എന്നെ പരിചയമില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ലല്ലോ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നേരത്തെ. എന്തിനാ? ഞാനിവിടെ എബൈഡിന് വന്നതാ. എബൈഡ് കൂടാൻ വേണ്ടിയല്ല, എബൈഡിൽ വന്ന് അച്ഛനെ കൊല്ലാൻ വേണ്ടി വന്നതാ ഞാൻ. നീ എന്നെയാ? ഞാൻ സാത്താൻ്റെ ആരാധികയാണ്. അപ്പോൾ ഈ എബൈഡിലൂടെ ഒരുപാട് യുവജനങ്ങൾ രക്ഷപ്പെടുന്നത് കൊണ്ട്
അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് അറിയാൻ പാടില്ലെങ്കിലും ഞങ്ങൾ അച്ഛനെ അവിടെ ഒന്ന് അൾത്താരെ ഒന്ന് കുരിശെടുത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനെ ഉപദ്രവിക്കാൻ സാത്താൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു. പിന്നെ 2 പ്രാവശ്യം ഞാൻ പൈസ മുടക്കി ധ്യാനം കൂടാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇവള് കേമിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞ്, ഞാൻ ചോദിച്ചു പിന്നെ എന്നാ വിശേഷം? വിശേഷം അമ്മേനെ കൊല്ലണത് തന്നെ, അല്ലാടനാ അമ്മേനെ കൊല്ല, അല്ലാണ്ടനാ വിശേഷം. പിന്നെ അവൾ പറഞ്ഞു, ഇപ്പം അച്ഛനെ കണ്ടപ്പോൾ അച്ഛനെ കൊന്നാലും മതിയെന്ന് തോന്നുന്നുണ്ട്, അമ്മേനെ വേണ്ടി വെറുതെ ഇട്ടേക്കാം. അപ്പോൾ എന്നെയാ അതെന്താ അങ്ങനെ പറഞ്ഞ് ഇത് കുറച്ച് കഴിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു പറയും. ഞാൻ പ്രാർത്ഥിക്കും, തലേ കൈ വയ്ക്കുമ്പം എൻ്റെ കൈ ഒടിഞ്ഞു പോകണ പോലത്തെ കട്ട് കഴപ്പ്. ഇപ്പം എനിക്ക് മനസ്സിലായത് മൂത്ത പിശാച, സാധാരണ പിശാചല്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിട്ടുപോകുന്നതല്ല. അപ്പം ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, എൻ്റെ കൈ ഒടിഞ്ഞു പോകാൻ പോണ പോലെ. ഒയ്യോ, ഇവിടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ 2 കണ്ണ് അസ്ത്രം പോലെ കുത്തിക്കയറുന്ന നോട്ടം, തനി പിശായ. ഞാനപ്പം എന്ത് ചെയ്യുന്നറിയാവും, ഞാൻ പിന്നെ അവളെ കൊണ്ട് ധ്യാനകോളിൽ കൊണ്ടെടുത്ത് ഞാൻ രക്ഷപ്പെട്ടു. തൽക്കാലം ഞാൻ മെയിൻ ഹോളിലേക്ക് സുവിശേഷ പ്രസംഗം കയറി. അപ്പം പിറ്റേ ദിവസം ഞാൻ ഇവളിരിക്കുന്ന ധ്യാനകോളിൽ ചെന്നപ്പോഴേക്കും ഒള്ളിക്കിട്ട് നോട്ടപ്പോൾ ഞാൻ പാളിപ്പോയി. ഒയ്യോ, പിശാചിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കണ്ടതാണ്. അവിടെ നോട്ടം കഴിഞ്ഞാൽ നമ്മൾ കിടുകിടായി പറിച്ചു പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് തന്നിങ്ങനെ ഇവളെ നോക്കാതിരിക്കാൻ വേണ്ടി സൈഡ് ചെരിഞ്ഞ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിച്ച യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തു ദൈവമാണ്, ലോകരക്ഷകനാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കത്തെ ഇടയ്ക്ക് ഞാൻ ഏറിയിട്ട് നോക്കുക എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പം അവളുടെ ആ കണ്ണിൻ്റെ ആ ഊർപ്പൽ കുറഞ്ഞു വരുന്നുണ്ട്. തിരക്കേട്ടില്ല, കൊള്ളാം. അങ്ങനെ യേശുവിനെ പറ്റിയുള്ള വിഷയം എല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ മുഖത്ത് നല്ല മാറ്റം. അവൾ അപ്പത്തിന് അൾത്താരെ വന്നിട്ട് അവിടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും കേൾക്കും. 400 പേരുടെ മുമ്പ് പറയാണ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വഴക്കുണ്ടായി അപ്പനും അമ്മയും തമ്മിൽ എന്നുള്ളതാണ്. അന്ന് ആഘോഷ വഴക്കായിരുന്നു. അപ്പോൾ ഈ വഴക്കിൽ ഈ കൊച്ച് ഒരു പെൺകുട്ടിയുള്ളൂ. ഇവൾ നിരാശപ്പെട്ട് സന്ധ്യ 7:30 മണിയായപ്പം വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഓടിയപ്പം ഒരു ചേട്ടൻ പുറകെ ഓടിച്ചെന്ന് ചോദിച്ചു, എന്തിനാ കരയെന്ന് ചോദിച്ചു. ഇവള് പരിചയമില്ലാത്ത കാരണം പേടിച്ചിട്ട് പിന്നെ ഓടി. ഇയാൾ പിന്നെ ഓടി. ഇവളെ പോയി മുൻപേ ഓടി വട്ടം നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പുസ്തക ബുക്ക് കൊടുത്തു. ആ പുസ്തകം മുഴുവനും പിശാചിനോടുള്ള പ്രാർത്ഥനകളായിരുന്നു. ഈ പെൺകുട്ടി പറയും, പിശാചിനോട് പ്രാർത്ഥന പുസ്തകമാണെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അവൾ പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമായി. ഞാൻ ഈ പിശാചിനുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പിശാച് അവളിൽ ശരിക്കും ആവസിച്ചു. അവൾ പറയാണ്, ഞാൻ ഞരമ്പ് മുറിച്ച് പേടിപ്പിക്കല്ലേ ഇത്, ഞാൻ പലപ്പോഴും ഞരമ്പ് മുറിച്ച് ഒത്തിരി ബ്ലഡ് കുടിക്കുമായിരുന്നു. പിശാചിന് മനുഷ്യരക്തത്തെ വലിയ താല്പര്യം എന്നാണ് പറയുന്നത്. വിളിച്ച് ചത്തിട്ടില്ല. അങ്ങനെ ഇവൾ പറഞ്ഞ ഇതാണ്, ഞാൻ വർഷങ്ങളായി സാത്താൻ്റെ അടിമയാണ്, പിശാചിന് ഞാൻ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സ്നേഹത്തെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ എന്നിൽ നിന്ന് പിശാച് വിട്ടുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കൊച്ചിലുള്ള തിന്മയുടെ ആധിപത്യത്തെ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അകറ്റം നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയ ഞാൻ ക്രിസ്തുവിൻ്റെ രക്ഷാകര സ്നേഹത്തെപ്പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ സ്വതന്ത്രയാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവമാണെന്നും ഏകരക്ഷകനാണെന്നും മാനവ വിമോചകനാണ് സത്യം നമ്മൾ മറച്ചു വെക്കരുത്. അത് നമ്മൾ കൊട്ടിഘോഷിക്കണം. ഈശോ പറഞ്ഞ പോലെ പുറമുകളിൽ നിന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുള്ള തിന്മകളെല്ലാം കൂപ്പുകുത്തും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രബോധനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈശോയോട് ചോദിക്കേണ്ടത് എന്താണ്? ഈശോയെ, ഞാൻ എന്ത് ചെയ്യണം? നീ എന്നെ നിന്റെ ജീവൻ തന്ന് സ്നേഹിച്ചല്ലോ, എൻ്റെ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യണം? അതിന് ഈശോ യോഹന്നാൻ സുവിശേഷത്തിലെ പത്രോസിന് കൊടുത്ത മറുപടി നമുക്കും തീർച്ചയായിട്ടും ചേരുന്ന മറുപടിയാണ്. അതിങ്ങനെയാണ്. നമുക്കറിയാവുന്ന ഭാഗം ഞാൻ വീണ്ടും വായിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നീ
ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഭാഗം ഞാൻ കൂടുതൽ വായിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ 2 തവണയും കൂടെ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ എന്നൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞാൽ പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കുന്നത്? പത്രോസ് കർത്താവിന് ഒരു അന്യനല്ലല്ലോ, നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ആവർത്തിക്കുന്നത്? പ്രിയപ്പെട്ട, അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഒരിക്കൽ ബിഷപ്പ് ഫിൽട്ടൻ ജഷീനോട് ഒരു സ്ത്രീ പറഞ്ഞു, ചില പ്രാർത്ഥനകൾ ആവർത്തിക്കുമ്പോൾ അതിന് വിരസത ഉണ്ടാക്കുകയാണ്. ഈ കത്തോലിക്കയുടെ പ്രാർത്ഥനയെല്ലാം ആവർത്തിച്ച് പ്രാർത്ഥനകൾ, ഇതെന്തിനാ ഇങ്ങനെ ആവർത്തിക്കുന്നത്? അത് മടുപ്പുളവാക്കുന്നു. അപ്പോൾ ബിഷപ്പ് ഷീൻ ആ സ്ത്രീ ചോദിച്ചു, നീ വിവാഹം കഴിച്ച ആളാണെന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. ഭർത്താവുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഈ ഭർത്താവിനോട് കൂടെ പറയും ഐ ലവ് യു എന്ന്. മനസ്സിലായിട്ടുണ്ട്? നമ്മൾ പറയാറില്ല. ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഹായ് ഹായ് ഐ ലവ് യു. ഫോൺ വെക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ച്, നീ കല്യാണം കഴിച്ചിട്ട് ഇപ്പം എത്ര കൊല്ലമായി? ഇത്രയും കൊല്ലമായി. എത്ര പ്രാവശ്യം പറഞ്ഞു കാണാം ഐ ലവ് യു എന്ന്? അയ്യോ. അപ്പം നിനക്ക് മടുപ്പുണ്ടാക്കിയോ? ഇല്ല. ആഹാ. അപ്പോൾ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചതിൻ്റെ ഭാഷ മനസ്സിലായോ? ഈശോയ്ക്ക് പത്രോസിനുള്ള സ്നേഹം അത്ര അധികമാണ്. പത്രോസ് കർത്താവിനെ ഉപേക്ഷിച്ച് പോയി, അറിയാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആയിട്ടും കർത്താവിൻ്റെ സ്നേഹം അവനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ യോഹന്നാൻ പറഞ്ഞതുപോലെ ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാം അവനെ സ്നേഹിക്കുന്നു. പിന്നെ പത്രോസിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പത്രോസ് പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർത്താവ് ചോദ്യം കുറച്ച് അധികം പറ്റായി അല്ലേ എന്ന് ചോദിച്ചേ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു. അത് പത്രോസിന് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? ആ നിൽക്കുന്ന ബാക്കി 11 പേരും പത്രോസ് ഒഴികെ ബാക്കി 10 പേരുണ്ട്. ഈ 10 പേരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനുള്ള സ്നേഹം എത്രമാത്രമെന്ന് പത്രോസിന് എങ്ങനെ അറിയാൻ പറ്റും? ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുന്നത്. വെറുതെ എന്നെ സ്നേഹിക്കുന്നില്ല, ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്ന ചോദിക്കുന്നത്. പത്രോസിന് എങ്ങനെ കൃത്യമായ ഉത്തരം പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റുകയില്ല. ഇപ്പം എനിക്ക് പറയാൻ പറ്റുമോ? ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാൾ അധികം മാർപ്പാപ്പയ്ക്ക് പോലും പറയാൻ പറ്റുമോ അങ്ങനെ? ചോദ്യം അത് തന്നെയാ. ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടർത്ഥമുണ്ട്. നീ ഇവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം. പത്രോസ് 3 പ്രാവശ്യം പറഞ്ഞു ഉവ്വ ഉവ്വ ഉവ്വ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിതം മുഴുവനും ധ്യാനിച്ചാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് യേശുവിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ഒരു അംശം പോലും നമ്മളാരും ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഭാഗ്യപ്പെട്ടവരാകും. യേശുവിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ഒരു അംശം പോലും നമ്മളാരും ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ, യേശുവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആ ഗുണനിലവാരം, ആ ക്വാളിറ്റി വായിച്ചാൽ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്കറിയാം ഭാഗം ഏതാണ്? ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ എന്നായ ഭാഗം. യേശു വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എന്താ അർത്ഥം? ഒരുവൻ യേശുവിനെ സ്നേഹിക്കേണ്ടത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും അപകടത്തിലാക്കി വേണം. സ്വന്തം ജീവിതത്തിൻ്റെ സർവ്വ സുരക്ഷിതത്വവും വലിച്ചെറിഞ്ഞ് വേണം കർത്താവിനെ സ്നേഹിക്കാൻ. അത്രയ്ക്കും കർത്താവിനെ സ്നേഹിക്കണം.
സ്വന്തം ജീവന്റെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും ഉപേക്ഷിച്ച് വേണം കർത്താവിനെ സ്നേഹിക്കാൻ. അത് എന്തൊരു സ്നേഹം അത്! ഇനി രണ്ടാമത്തത്, അവൻ മറ്റൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അത് ഏതൊരു സ്നേഹമാണ്! മരിച്ചു കിടക്കുന്ന അപ്പനെ അടക്കാൻ പോലും സമ്മതിക്കാത്ത സ്നേഹം. എല്ലാ രക്തബന്ധങ്ങളെക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കണം എന്നാണ് ഡിമാൻഡ്. എല്ലാ രക്തബന്ധങ്ങളെക്കാളും എല്ലാ അടുപ്പങ്ങളെക്കാളും അധികമായൊരു സ്നേഹം യേശുവിന് അർഹതപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ തരം എന്താണ്? വേറൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറയാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. നമ്മൾ പറയല്ലേ, അമ്പേലും വില്ലലും അടുപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ അല്ലേ എന്തൊരു വലിയ സൗജന്യമാണ്! ഞാൻ നിന്നെ ജീവിതം മുഴുവൻ അനുഭവിച്ചോളാം, ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി ബായ് പറഞ്ഞിട്ട് വരട്ടെ. വേണ്ട. അതിൻ്റെ അർത്ഥം എന്താ? അതായത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഈ എമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരികമായ അടുപ്പം. അത് വീട്ടിൽ നിന്ന് പോന്നോളാം, കുഴപ്പമില്ല, പക്ഷേ എന്നാൽ വീട്ടുകാരെ ഒന്ന് അവസാനമായി ഒന്ന് കണ്ടിട്ട് പോരാൻ വേണ്ട. നമുക്ക് മനസ്സിലായി എന്താണ് ക്രിസ്തുവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം. ആ ഗ്രേഡിൽ എത്തിയിട്ടില്ല. അത് ഓവർ ഡിമാൻഡിങ് ഒന്നുമല്ല. കാരണം അവൻ തൻ്റെ ജീവൻ മുഴുവനായി തന്നാണ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. തൻ്റെ ജീവൻ മുഴുവനായി ബലിയിട്ടുകൊണ്ടാണ് നമ്മൾ സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് മാത്രമേ ഇങ്ങനെ ഒരു സ്നേഹം ഡിമാൻഡ് ചെയ്യുവാനായിട്ട് ധാർമ്മികമായ അവകാശമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അത്രത്തോളം വളരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ ഭൗതികമായ നന്മകൾ വാങ്ങിച്ചെടുക്കുക എന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ, ഫോക്കസ് ചെയ്ത് പോയാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളരാൻ അത് വലിയ തടസ്സമായിരിക്കും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ദൈവരാജ്യം അന്വേഷിക്കുക അർത്ഥം ദൈവത്തെ സ്വന്തമാക്കാൻ കഠിനാധ്വാനം ചെയ്യുക, കർത്താവിനെ സ്നേഹിക്കുക എന്ന ജീവിതത്തിനെ പ്രമാണമാക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യമാക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന ജീവിതത്തിൻ്റെ തത്വമാക്കുക. അതാണ് ദൈവരാജ്യം അന്വേഷിക്കുക. അപ്പോൾ മറ്റുള്ളവയെല്ലാം നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളർന്നു വരാനായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കഠിനമായ പ്രയത്നം തന്നെ ആവശ്യമായിട്ടുണ്ട്. ഇതിനാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. നമ്മളിന്ന് വൈകുന്നേരം മുതൽ എത്രയോ നേരമാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്താണ്? റോമാലേഖനം 5:5 പറയാൻ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുത്ത സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ അളവില്ലാത്ത സ്നേഹം വന്നറിയും. നമ്മുടെ ദുഃഖം, സങ്കടം, നിരാശയെല്ലാം വിട്ടുപോകും. ഒരിക്കൽ ഞങ്ങളുടെ ധ്യാനകേന്ദ്രം ബന്ധപ്പെട്ട ഒരു വീട്ടിൽ ഒരു അപകട മരണം ഉണ്ടായി. ആ മരണം 12 വയസ്സുള്ള ഒരു നല്ല പെൺകുട്ടിയാണ്. അവിടുത്തെ ഈ മ്യൂസിക് സീഡിലൊക്കെ പാട്ട് പാടുന്ന കൊച്ചായത്. ഒരു ദുഃഖ ശനിയാഴ്ച അമ്മയുടെ വീട്ടിൽ പോയതാണ് ആ കൊച്ചും അമ്മയും അനുജത്തിയും കൂടെ. അപ്പൻ ഹൈക്കോടതി വക്കീലാണ്. ഹൈക്കോടതി വക്കീൽ മാത്രമല്ല, ഒരുപാട് ഉന്നത പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ളൊരു അഡ്വക്കേറ്റാണ്. ഇപ്പം അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ ഈ കേസൊക്കെ വരുമ്പോൾ അദ്ദേഹം സ്വയമേ കേസൊക്കെ വാദിച്ച് ധ്യാനകേന്ദ്രം സഹായിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ 12 വയസ്സുള്ള മകൾ മരിച്ചു പോയി അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ കൂടെയുള്ള കരച്ചിൽ കേട്ടിട്ട് ഞാനാകെ തകർന്നു പോയി.
പെറ്റമ്മ കരയുന്നതിനേക്കാളും വലിയ വാവിട്ട കരച്ചിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിന് ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരുണ്ടായിരുന്നു, കുറേ മന്ത്രിമാരുണ്ടായിരുന്നു, ബിഷപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്ന് എടുക്കുന്ന അറ്റ പറ്റിയായപ്പോൾ ഈ മനുഷ്യൻ്റെ ദുഃഖാധിക്യത്തിൽ എന്തോ സംഭവിച്ചു. അദ്ദേഹം സമനില തെറ്റിയിട്ട് അട്ട കസിക്കാനും കൈ കൊട്ടാനും തുള്ളിച്ചാടാനും പൊട്ടിച്ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ അപകട മരണവുമാണ് ഇത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ഒത്തിരി പേര് ശവസംസ്കാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും നിന്ന് കരയാൻ തുടങ്ങി. ഈ കൊച്ചോ മരിച്ചുപോയി, അപ്പൻ്റെ ഈ സ്ഥിതി കണ്ടിട്ട് എല്ലാവരും ഹൃദയം തകർന്ന് കരയുക. ഇപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അകലെ അവരുടെ വീട്. അന്ന് വൈകുന്നേരം വീട്ടിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു ആശ്വാസം പറയണം, ഒരു ധ്യാനത്തിന് വിളിക്കണമൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ അത് ഏപ്രിൽ മാസം 14-ാം തീയതി, ഏപ്രിൽ മാസം 1-ാം തീയതി സ്കൂൾ അടച്ചാൽ പിന്നെ ധ്യാനകേന്ദ്രത്തിൽ 2-3 ധ്യാനം ഒരേ സമയത്ത് നടക്കുക, പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ആഴ്ചയിൽ ധ്യാനത്തിന് അദ്ദേഹം സ്വയമേ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ കണ്ടത് അദ്ദേഹവും ഭാര്യയും അമ്മയും കൂടെ പുറകിരിക്കുന്നതാണ്. അപ്പോൾ യേശുവിനെ രക്ഷാകര സ്നേഹത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചത് അന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ ആരാധന സമയത്ത് ദിവ്യാനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് ഒന്ന് പറയാനായിട്ടൊരു അവസരം ഉണ്ടെന്ന് പറയും. ഉടനെ അദ്ദേഹം ഓടിങ്ങി വന്നിട്ട് മൈക്കെടുത്തിട്ട് പറയും, എല്ലാവരും പറയാണ്, എൻ്റെ മോള് മരിച്ച ശേഷം എനിക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ലാതായിപ്പോയി. ആത്മഹത്യ ചെയ്യാൻ പേടിയായ കാരണം ആത്മഹത്യ ചെയ്തില്ല മാത്രം, ഫോൺ ഉപയോഗിച്ചിട്ടില്ല, പിന്നീട് ഭാര്യയുടെ പോലും സംസാരിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്ന് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. പക്ഷേ യേശുക്രിസ്തുവിനെ പറ്റിയും അവൻ രക്ഷയെ സംബന്ധിച്ചും കേട്ടുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഉള്ളിൽ ദുഃഖം മുഴുവനും വിട്ടുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതിൽ അനേക കോടി മടങ്ങ് അധികമായ ഒരു സമാധാനവും ശാന്തിയും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹം സാധിക്കാഞ്ഞിട്ടാണെന്ന്. അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ദുഃഖത്തിൻ്റെ കാരണം ഈശോമിശിഹായുമായിട്ടുള്ള ബന്ധത്തിലെ വീഴ്ച തന്നെയാണ്. ഇതുപോലെ വേറെ സംഭവം ഉണ്ടായി, പെട്ടെന്ന് ഓർക്കുകയാണ്. അത് തൊടുപുഴ നാഗപ്പുഴ ഇടവക്കാരാണ്, ഒരു മാത്യുവും ഒരു ജെസ്സിയും. അവരുടെ 24 വയസ്സുള്ള മൂത്ത മകൻ ധ്യാനകേന്ദ്രത്തിൽ പ്രേക്ഷിതനായിരുന്നു. നല്ല തീക്ഷ്ണതയുള്ള പയ്യൻ, അബയുടെ കൂടി കൊച്ചനാണ്. അവൻ ബിടെക് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ സ്വന്തമായ ഒരു സോഫ്റ്റ്വെയറോട് ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം പള്ളിയിലെ കുർബാനയ്ക്ക് വേണ്ടി പോയി. കുർബാന കഴിഞ്ഞിട്ട് സുവിശേഷ മാസിക വിതരണം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യുന്ന അതും ചെയ്തു. വീട്ടിൽ വന്ന് വീടിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു വളവിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് വന്ന് മരിച്ചുപോയി. അപ്പോൾ ജിസ്മോൻ എന്നാണ് അവൻ്റെ പേര്. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ അറിയാം ജിസ്മോൻ മരിച്ചു എന്ന് അവർ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ 12 മണി രാത്രിയായി. അപ്പോൾ ഞങ്ങൾ 4 അച്ഛന്മാർ, കാരണം ഇവർ 2 പേര് അപ്പനും അമ്മയും ധ്യാനകേന്ദ്രത്തിലെ സർവ്വതും ചെയ്യുന്ന പ്രേക്ഷിതരാണ്. അമ്മ ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥയാണ് LICയിൽ. അപ്പന് സ്വന്തമായിട്ട് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു, കമ്പനിയൊക്കെ ഒഴിവാക്കി പുള്ളി പ്രേക്ഷിത വിലയിലാണ്. അപ്പോൾ ഞങ്ങൾ സ്വന്തം കുടുംബം പോലെ ഞങ്ങൾ പാഞ്ഞു പറിച്ച് 12 മണിക്ക് ആ വീട്ടിലോട്ട് ചെല്ലുകയാണ്. വണ്ടി എന്ന് മുറ്റത്ത് കയറി ഉടനെ തന്നെ ഈ മോനെ കൊണ്ടുപോയി മോർച്ചറി വെച്ചിട്ട് വന്നിട്ട് 1 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ ഈ പെറ്റ അമ്മയോട് എന്ത് പറയും ഞാൻ? സമാധാനം പറയണ്ടേ? വണ്ടിയായിരുന്നു 1.5 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എന്ത് വാക്ക് ഞാനോട് പറയും? അവർ ഒരു ആശ്വാസവാക്ക് പറയണ്ടേ നമുക്ക് ചെല്ലുമ്പം? എനിക്കൊന്നും കിട്ടുന്നില്ല പറയാൻ. വണ്ടി അവരുടെ മുറ്റത്ത് കയറിയപ്പോൾ തന്നെ അവരറിഞ്ഞു. ഉടനെ അമ്മ പുറത്തേക്ക് ഓടി വന്നിരിക്കുക. ഈ മരിച്ച മകൻ്റെ അമ്മ ഒരു കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറു പുഞ്ചിരിയോടെ എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടി ഈ അമ്മയുടെ. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, അച്ഛാ, ജിസ്മോൻ ഈശോയുടെ അടുക്കലേക്ക് പോയി. ആ ശവസംസ്കാരത്തിന് അവരാരും കരഞ്ഞില്ല. ഒത്തിരി വികാരിച്ചന്മാർ, നാഗപ്പുഴ ഇടവ വികാരിച്ചന്മാർ, ഒത്തിരി പേർ വലിയ അടുപ്പുള്ള വീടായ കാരണം അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇതെന്താ ഇത് സംഭവിച്ചത്? ഒരപകട മരണം. 24 വയസ്സുള്ള മൂത്ത മകൻ, പെറ്റതള്ള കരയണ്ടേ? ബോഡി എടുക്കുമ്പോൾ കരയുന്നില്ല, കുഴി വെക്കുമ്പോൾ കരയുന്നില്ല, 7 അടിയുന്നിടത്തിൽ കരയുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു വ്യക്തി കീഴടക്കി കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കാൻ പറ്റുകയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ, ലോകത്തിൽ
നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഭയപ്പെടരുത്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വാളും കുന്തവും കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ച ചോദ്യമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? അതിൻ്റെ അർത്ഥം എന്താ? ആർക്കും സാധ്യമല്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആഗ്രഹിക്കാം, കണ്ണുകളെ അടച്ചു പിടിച്ചുകൊണ്ട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ പേര് നടക്കുന്ന നമുക്ക് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ സകലരും എൻ്റെ അടുക്കലേക്ക് നീങ്ങി നിൽക്ക്, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ സ്നേഹ ആശ്ലേഷത്തിലേക്ക്, യേശുവിൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരെയും കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുന്ന ഹൃദയ വാത്സല്യ സ്നേഹത്തിലേക്ക് നമുക്ക് വരാം. ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഈ സമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട്